നമസ്കാരം, ലോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഭരതനാട്യവും മോഹിനിയാട്ടവും. ഭരതനാട്യവും മോഹിനിയാട്ടവും എൻ്റെർലി ഡിഫറൻ്റ് ആയിട്ടുള്ള നൃത്ത ഇനങ്ങളാണ്. അതിൻ്റെ താളത്തിലായാലും ഭാവത്തിലായാലും രണ്ടും വ്യത്യസ്തമാണ്. അതേപോലെ ഒരു വ്യത്യസ്തമാണ് ഭരതനാട്യം എന്ന സിനിമയും മോഹിനിയാട്ടം എന്ന സിനിമയും. ഇതിലെടുത്തു പറയേണ്ടത് ഇതിലെ സംവിധായകനെ സംബന്ധിച്ചിടത്തോളം ഭരതനാട്യം ഒരു കോമഡി ഫാമിലി സിനിമയിൽ നിന്നും മോഹിനിയാട്ടത്തിലേക്ക് വരുമ്പോൾ അതേ കഥാപാത്രങ്ങളെ വെച്ച് ഒരു ഡാർക്ക് കോമഡി ഫാമിലി പടമാക്കി മാറ്റി, അല്ലെങ്കിൽ ഒരു ഡാർക്ക് കോമഡി സിനിമയാക്കി മാറ്റി. അത് ഭയങ്കര റിസ്ക്കാണ്. എന്ന് വെച്ചാൽ ആ ക്യാരക്ടറിൻ്റെ ഒരു സ്വഭാവവും രീതിയൊക്കെ വെച്ച് ഡാർക്കിലോട്ട് വരാൻ കൊണ്ടുവരുന്ന ഒരു ഷിഫ്റ്റിംഗ് ഉണ്ട്. അതൊരു ബ്രില്യൻ ഡയറക്ടറിനെ കൊണ്ടേ പറ്റുള്ളൂ. നല്ല എഴുത്തുമാണ് കേട്ടോ, ഭയങ്കര രസമാണ്. പിന്നെ ഈ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്കൊരു കാര്യം എടുത്തു പറയേണ്ടതുണ്ട്. കാരണം നമ്മൾ ഇംഗ്ലീഷിൽ കുറേ ഇങ്ങനെയുള്ള സിനിമകൾ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ ഡാർക്ക് കോമഡി ഫാമിലി പടങ്ങൾ. പക്ഷേ ഇത് മലയാളത്തിൽ ചെയ്യാനൊക്കെ നമ്മുടെ തന്നെ സുഹൃത്തുക്കൾ, സിനിമാ പ്രവർത്തകരായ സുഹൃത്തുക്കൾ നമുക്കിത് ചെയ്യാം, ഇങ്ങനെ ഒരു പടം ചെയ്യാം, അങ്ങനെ ഒരു പടം ചെയ്യാം എന്നൊക്കെ ഒരുപാട് പേര് എൻ്റെ അടുത്ത് പറഞ്ഞു. പക്ഷെ ആർക്കും അതിനുള്ള ധൈര്യം വന്നിട്ടില്ല. ഈ പടം എടുക്കുവാനുള്ള ഒരു ധൈര്യം അത് തോമസ് തിരുവല്ല എന്ന് പറയുന്ന പ്രൊഡ്യൂസറും അതുപോലെ തന്നെ ഇതിൻ്റെ ഡയറക്ടർക്കും ഞാൻ അതിനുള്ള ബ്രില്യൻ കൊടുക്കുകയാണ്. ഇങ്ങനെയൊക്കെയുള്ള പടങ്ങൾ നമുക്ക് മലയാളത്തിൽ വേണമല്ലോ, അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ എനിക്ക് എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സിനിമാറ്റോഗ്രാഫി ഈ സിനിമയെ വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോയി. ബബ്ലു പുള്ളിയുടെ അന്താക്ഷരി ഞാൻ കണ്ടാണ്. എൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ത്രില്ലറും ആയിട്ടുള്ള ഒരു കുറ്റാന്വേഷണ പരിപാടിയായിരുന്നു. എന്നാൽ അതിൽ നിന്നും ജയ് വരാനകത്ത് പാൻഹീൽഡൊക്കെ വെച്ച് ഭയങ്കര മൂഡായിട്ട് ഒരു സാധനത്തിലോട്ട് ഫാലിമിൽ വരാനകത്ത് ഒരു ട്രാവൽ മൂഡായിരുന്നു അതിൻ്റെ സിനിമാറ്റോഗ്രാഫി. എന്നാൽ ഇതിൽ വരാനർത്ഥം ഭയങ്കര ഫിക്സഡ് ആയിട്ടുള്ള രീതിയിൽ നല്ല ഫ്രെയിമിങ്, നല്ല ബാലൻസിങ്, ഇങ്ങനെ നിശ്ചല ചിത്രങ്ങൾ, വളരെ നല്ല ഫ്രെയിമിലുള്ള നിശ്ചല ചിത്രങ്ങൾ ഇങ്ങനെ അനങ്ങുന്നത് പോലെ ഭയങ്കര ക്ലാസ് ആയിട്ട് ബബ്ലു മാറി. ഒരു സിനിമാറ്റോഗ്രാഫിയുടെ പ്രത്യേകതയാണ് ഓരോ സിനിമകളും ഓരോ രീതിയിലേക്ക് കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ ഈ സിനിമാറ്റോഗ്രാഫിയുടെ ആ ഒരു താളത്തിനും അതിൻ്റെ ഒരു മൂഡിനും അനുസരിച്ച് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ വരിക. ഇലക്ട്രോണിക്കലി എനിക്കൊന്ന് വാഴയിലെ ഹേ ബനാനെ പാട്ട് ചെയ്ത ആളാണെന്ന് തോന്നുന്നു. പുള്ളി ഇതിനകത്ത് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നൊരു മൂഡിൻ്റെ ഒരു ചേഞ്ച് ഉണ്ട്. അത് അടിപൊളിയാണ് കേട്ടോ. അതായത് ആ പുള്ളിയുടെ ഒരു രീതി, ആ ചില സമയത്തൊക്കെ ഈ വെസ്റ്റേണും ഡിവോഷണലൊക്കെ ഇട്ട് പുള്ളി ഒരു കളി കളിച്ചിട്ടുണ്ട്. ഞാൻ കൂടുതൽ പറയുന്നില്ല. ഇലക്ട്രോണിക്കലി പൊളിച്ചു കേട്ടോ. പുള്ളിക്ക് നിങ്ങൾക്ക് ഇനി വേറൊരു ലെവലാണ്, നിങ്ങൾ ഇനി വേറെ ലെവൽ പടങ്ങളാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അതുപോലെ തന്നെ സിനിമയുടെ എഡിറ്റിങ്, ഗ്രേഡിങ്, അതുപോലെ തന്നെ ആർട്ട്, മേക്കപ്പ്. സുരാജണ്ണന് എനിക്ക് തോന്നുന്നു നല്ല കിടിലം ലുക്കാണ് സുരാജന് കൊടുത്തിരിക്കുന്നത്. എൻ്റെ മേക്കപ്പ് എനിക്കൊന്ന് കിരണാണെന്ന് തോന്നുന്നു, കിരൺ മനോജൊക്കെയാണെന്ന് തോന്നുന്നു മേക്കപ്പ്. അപ്പോൾ എല്ലാവരും രസമായിരുന്നു. ഇതിനൊരു ക്യാരിക്കേച്ചർ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊരു മേക്കപ്പിൻ്റെ ഒരു പ്രത്യേകതയാണ്. കാരണം എന്താ പറയുക, ഒരു സുരാജിൻ്റെ ലുക്കായാലും ബേബിജീൻ്റെ ആയാലും അത് സഹിച്ചേൻ്റെ ആയാലും അതുപോലെ തന്നെ ലാസ്റ്റ് വന്നേക്കുന്ന വിനയ് ഫോർട്ടിൻ്റെ ഒക്കെ ആയാലും ഒരു ക്യാരിക്കേച്ചർ രീതിയിലുള്ള മേക്കപ്പൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ആർട്ട് നന്നായിട്ടുണ്ട്, കോസ്റ്റ്യൂം നന്നായിട്ടുണ്ട്. അതുപോലെ തന്നെ എനിക്ക് എടുത്തു പറയേണ്ടത് ഇതിൻ്റെ അഭിനേതാക്കളാണ്. ഈ സിനിമയിൽ ഞാൻ ആദ്യം സല്യൂട്ട് ചെയ്യുന്ന ഒരാൾ വെഞ്ഞാറമൂട് സുരാജ് എന്ന് പറയുന്ന ആളാണ്. പുള്ളി എന്ത് മനുഷ്യനാണ്. മറ്റേ വേറെ ഒന്നുണ്ടല്ലോ, നമ്മുടെ റോബർട്ടിൻ്റെ പടം, ആ പടത്തിന് ശേഷം സുരാജണ്ണൻ ചെയ്തേക്കുന്ന ഒരു കിടിലൻ ക്യാരക്ടർ. കുറേ നാളേക്ക് ശേഷം സുരാജണ്ണൻ ഞെട്ടിച്ചിരിക്കുന്നു. ഇപ്പോൾ ഈ എല്ലാ അഭിനേതാക്കൾക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ക്യാരിക്കച്ചർ രീതിയിലുള്ള വേഷങ്ങൾ ചെയ്യാൻ ഭയങ്കര റിസ്ക്കാണ്. അത് സുരാജണ്ണൻ വേറെ ലെവലിൽ ചെയ്യും. അതായത് നമ്മൾ ഒരു ആർട്ടിസ്റ്റിൻ്റെ എസൻസിൽ നിന്നല്ലാതെ രൂപത്തിലും ഭാവത്തിലും ശരീരത്തിൻ്റെ ലാംഗ്വേജിലും ബോഡി ലാംഗ്വേജിലും അതുപോലെ തന്നെ എല്ലാ രീതിയിലും ഒരു പുതിയ ആളായി മാറി ഒരു ക്യാരിക്കച്ചറായി ചെയ്യാൻ സുരാജണ്ണൻ തകർത്തിട്ടുണ്ട്. സുരാജണ്ണൻ്റെ ആ ഒരു ലെവൽ വേറെ ലെവലാണ്, കിടിലം. അതുപോലെ തന്നെ ഇതിനകത്ത് ബേബിജീൻ, പുള്ളി വേറൊരു ക്യാരക്ടറാണ്. പുള്ളി നന്നായിട്ടുണ്ട്. സൈറ്റിക്കുറിപ്പേട്ട നന്നായിട്ടുണ്ട്. പുള്ളി ഭരതനാട്യത്തിൽ നിന്ന് തന്നെ ആ ക്യാരക്ടറിൻ്റെ ഒരു സ്വഭാവവും ഇതൊക്കെ വെച്ച് ഇതിനകത്ത് കുറച്ചും കൂടെ ഒരു ക്യാരക്ടറിൻ്റെ ചേഞ്ചൊക്കെ കൊണ്ടുവന്നിരിക്കുന്ന നല്ല രസമുണ്ട്. പുള്ളിയുടെ കണ്ണുകളൊക്കെ ഈ സിനിമയ്ക്ക് ഭയങ്കര ഗുണം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ടമ്മമാരും കൊള്ളാം. പിന്നെ സൈറ്റിക്കുറിപ്പിന് അനിയത്തിമാരായിട്ട് ചെയ്തു, അവരുടെ പേരൊന്നും എനിക്കറിയത്തില്ല. അവരൊക്കെ നല്ല പെർഫോമൻസ് ആയിരുന്നു. ചേച്ചി കിടിലമായിരുന്നു, അളിയന്മാർ കിടിലമായിരുന്നു രണ്ടുപേരും. അതുപോലെ തന്നെ മറ്റേ സുഭാഷായിട്ട് അഭിനയിച്ച, ട്വിൻസായിട്ട് അഭിനയിച്ചവരെല്ലാവരും ഇതിൽ ചെറിയൊരു ക്യാരക്ടർ ചെയ്തിരിക്കുന്നവർ പോലും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അടിപൊളിയാണ്. അപ്പോൾ ഇത് എന്താ പറയുക. പിന്നെ ജഗദീഷ് ചേട്ടൻ കുറേ നാളുകൾക്ക് ശേഷം ജഗദീഷ് ചേട്ടൻ കിടിലൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്.
ഭയങ്കര രസമാണ്. അതിൻ്റെ ഡീറ്റെയിൽ ഒന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. ഇതൊരു നിങ്ങൾ വിചാരിക്കുന്ന ഇതിൻ്റെ പോസ്റ്ററോ ഇതിൻ്റെ ഒരു രീതി ട്രെയിലറൊക്കെ കാണുന്ന രീതിയിലുള്ളൊരു സിനിമയല്ല ഇത്. എൻ്റെ നമ്മൾ ഒന്ന് വിചാരിച്ചിട്ട് പോകുമ്പോൾ അതൊന്നും അല്ലാതെ വേറെ സാധനം തരുമ്പോഴല്ലേ അതിനൊരു വ്യത്യാസം വരുന്നത്. അപ്പോൾ എൻ്റെ ഉള്ള ഡിഫറെൻ്റ് ആയിട്ടൊരു സിനിമയാണ് മോഹിനിയാട്ടം. ഇങ്ങനെയുള്ള സിനിമകൾ മലയാളത്തിൽ വരണം, ഇങ്ങനെയുള്ള സിനിമകളും നമുക്ക് കിട്ടണം. ഇത് നല്ല ആളുണ്ടായിരുന്നു. ഞാൻ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് കണ്ടത്. നല്ല ആളുണ്ടായിരുന്നു, നല്ല ചിരിയും ഉണ്ടായിരുന്നു. അപ്പോൾ ഉറപ്പായിട്ട് പോയിക്കാണ് ഒരു എൻ്റർടൈൻമെൻറ്റ് സിനിമ തന്നെയാണ് മോഹിനിയാട്ടം. ബൈ ബൈ.